കണ്ടാലോ ഇന്നത്തെ ഋതുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഋതുക്കുട്ടി എണീറ്റ് കേട്ടോ. അമ്പലത്തിൽ പോകാൻ വേണ്ടി എന്നെ ഒരുക്കാനൊന്നും സമ്മതിച്ചില്ല, ആൾ ഒറ്റയ്ക്ക് ഒരുങ്ങുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നേരെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണ് ഈ കണിക്കൊന്നയുടെ വ്യൂ കണ്ടത്. പൊളിയല്ലേ ഗൈസ്. ഈ പ്രാവശ്യം നല്ലപോലെ പൂക്കൾ വന്നിട്ടുണ്ടോ. പക്ഷേ വിഷു ആകുമ്പോൾ എല്ലാം പോകുന്നു ഉറപ്പ് തന്നെ. പിന്നെ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം 7 month സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ പറയാറുണ്ട് 7 മാസം തുടങ്ങിയാൽ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടാ. ചിലയിടങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഏതായാലും ഞാൻ ഈ പ്രാവശ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അപ്പോൾ ഋതുക്കുട്ടിയെ കൊണ്ടുപോകുന്നത് അമ്മയും ഋതുക്കുട്ടിയാണ് അകത്ത് കയറുന്നത്. അപ്പോൾ വെളിയിൽ ഞാൻ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിലും പുറത്തെങ്കിലും നിൽക്കാമല്ലോ എന്ന് വെച്ച് അവളെയും കൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവൾ പോകുന്ന വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് പുറത്തുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചൊറിയും കുത്തി വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കുക അവരും വരും വരെ. അതപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗണപതിയുടെ വീഡിയോയും ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വന്ന ക്ഷേത്രം, നമ്മുടെ അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തത് പോസ്റ്റാണെന്ന് പറയാൻ വേണ്ടി കേട്ടോ. അപ്പോഴത്തേക്കും ഋതുവും അമ്മയും വന്നിട്ടുണ്ട് തൊഴുതിട്ട്. ഋതുക്കുട്ടി സത്യം പറഞ്ഞാൽ എന്നെ തപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്നെ കണ്ടില്ല, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ചു ഞാൻ പോയെന്ന്. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറിയൊക്കെ കൊണ്ടുവരണേ, ഞാൻ അമ്മ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ല. പിന്നെയാണ് അവൾ കണ്ടത് കേട്ടോ. ആ എക്സ്പ്രഷൻസാണ് അവളുടെ മുഖത്ത് കാണുന്നത്. പിന്നെ അവൾ കുറി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറി ഇട്ട് തരാൻ വേണ്ടി നമ്മൾ അവൾ ഇട്ട് തരാം, പക്ഷേ ക്യാമറ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട്. അതാണ് കേട്ടോ ആ ഇത് കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തന്നെ ഇട്ടോളാം നീടണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഋതുവും കൂടെ പിന്നെ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് നീങ്ങി. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ എനിക്ക് മെനക്കെട്ടിരുന്നങ്ങ് ചെയ്യാനും വയ്യാത്ത ഒരവസ്ഥ. കൂടുതൽ നമുക്ക് കുറേ നേരം ഇരിക്കാനും നിൽക്കാനൊക്കെ വയ്യല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എല്ലാ പ്രാവശ്യം ഡെക്കറേഷൻ ചെയ്യുന്നതല്ലേ, ഈ പ്രാവശ്യമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാതെ എങ്ങനെയാണ് വിടുന്നത് വെച്ച് ഡെക്കറേഷൻ ചെയ്തതാണ്. അപ്പോൾ ഇതിലെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ സുന്ദർ ബ്രോ എന്ന് പറഞ്ഞൊരു ബ്രോ. അപ്പോൾ ഈ ടൈഗർ, കുറച്ച് ബലൂൺസ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ അയച്ചു തന്നു. പിന്നെ നമ്മുടെ കയ്യിലും പഴയ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒരു ഡെക്കറേഷൻസ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ നോക്കി. എങ്ങനെയെങ്കിലൊക്കെ വെച്ചൊക്കെ കെട്ടാൻ നോക്കി കേട്ടോ. പാവമല്ലേ, എല്ലാ വർഷവും ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ വർഷവും ആഘോഷിക്കാതിന് ഒരുമാതിരി അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുക്കാതെ കേട്ടോ. എന്നിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യ, ഡെക്കറേഷൻ ചെയ്ത് വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് ഒപ്പിച്ചിട്ടോ. അപ്പോൾ ബർത്ത്ഡേ കുട്ടി മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി എൻ്റെ പുട്ടി അടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം പുട്ടി അടി കാണാം. ഫൗണ്ടേഷൻ പുട്ടി അടിയാണ്.
കേക്ക് കെട്ടാൻ സമയമായിട്ടോ. അങ്ങനെ ഋതുക്കുട്ടി ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഋതുക്കുട്ടി ചിരിക്കാതെ നിൽപ്പുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് കേക്ക് കെട്ടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാൻഡിൽ ഒക്കെ കത്തിക്കാൻ കേട്ടോ. അങ്ങനെ ഋതുക്കുട്ടിയുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളാണെങ്കിൽ ഈ പോപ്പ് പൊട്ടിക്കാൻ മറന്നുപോയി കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മിക്ക പ്രാവശ്യം ഇതുപോലെ മറന്നു പോകും കേട്ടോ. ഒന്നേ പൊട്ടില്ല അല്ലെങ്കിൽ മറന്നു പോകും, ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഋതുക്കുട്ടിക്ക് കേക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഋതുക്കുട്ടി എല്ലാവരും കൊടുക്കുന്ന കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. അതിശയം പോലെയാണ് നമ്മൾ നോക്കി നിന്നത്. എല്ലാ പ്രാവശ്യവും ഇവളിങ്ങനെ കഴിക്കില്ല കേട്ടോ. ഒരു പ്രാവശ്യം വാ തുറന്നാൽ ചിലപ്പോൾ കരച്ചിലായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പ്രാവശ്യം. ഇങ്ങനെ വയസ്സ് കൂടുന്തോറും കൊച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് കരച്ചിലൊക്കെ ആയിരുന്നു, കേക്ക് കട്ട് ചെയ്യില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേയും സിമിലറൊക്കെ തന്നെയാണ്. പിന്നെ തേർഡ് ബർത്ത്ഡേ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തു. പക്ഷേ ആരും കൊടുക്കുന്ന കേക്ക് അവൾ വാങ്ങിച്ച് കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും അവൾ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറാണിപ്പോൾ കേക്ക് കൊടുത്തിട്ട് പോയത്. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് പേരാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷന് വിളിച്ചത്. ഏറ്റവും അടുത്തുള്ളവരെയാണ്. അപ്പോൾ ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഫാമിലി മൊത്തവും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ബ്രദറ്,
അപ്പോൾ പിന്നെ മഞ്ജു ചേച്ചി, അവിടെ ഫാമിലി, അങ്ങനെ കുറച്ച് പേര്, പിന്നെ അപ്പച്ചി, മാമൻ, അങ്ങനെ കുറച്ച് പേരെ മാത്രമാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇവരൊക്കെ കാണും കേട്ടോ. ഇതിൽ മഞ്ജു ചേച്ചി മാത്രം കാണില്ല. അവിടെ ഫാമിലി, ബൈജു ചേട്ടൻ്റെ ഫാമിലി, അവർ മസ്കറ്റിലായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം അവരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് അവരെയും കൂടി നമുക്ക് വിളിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഓരോന്ന് തമാശയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ നല്ല പോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു എന്ന് എന്നെ പറയാം. എന്നിട്ട് ഋതുക്കുട്ടി ഓരോ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കുക. അപ്പോൾ അവൾക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ ഡ്രസ്സ് കിട്ടിയിട്ടോ. അപ്പോൾ അവൾ ഓരോ സമയം ഓരോ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതാണ് മുഖം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനും പോവാണ്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോളും കൂടെയാണ് കേട്ടോ വന്നത്. ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വരാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി വന്നില്ല. അപ്പോൾ അവർ മൂന്നുപേരും കൂടെയാണ് വണ്ടിയിൽ വന്നത്. അപ്പോൾ അവരെ ബൈ ബൈ അയക്കാൻ വേണ്ടി ഋതു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പൊന്നു ചേച്ചി പോണേൻ്റെ ഒരു സങ്കടവും ഉണ്ട് മുഖത്ത്, പക്ഷേ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ യാത്ര അയക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഓരോ ഡ്രസ്സുകളും ഋതുക്കുട്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ് ഗായ്സ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഋതുക്കുട്ടീനൊക്കെ കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഋതുക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 വർഷം വരെ ഋതുക്കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്നറിയില്ല. ഇതുപോലെ നല്ല പോലെ അടിച്ചു പൊളിക്കാം പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഋതുക്കുട്ടിയുടെ ഈ ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.